ഈ പുണ്യകേന്ദ്രത്തിൽ പഠിക്കാൻ വിട്ടൊരു കൊച്ചിനെ കൊന്നു കളഞ്ഞിട്ട് ഞാൻ മറന്ന് ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക്? ഇതുങ്ങളെ ഇവര് പള്ളി പുണ്യകേന്ദ്രത്തിൽ പഠിക്കാൻ വിട്ടിട്ട് കൊന്നു കളഞ്ഞിട്ട് മറന്ന് ജീവിക്കണോ ഇനി? ഞാൻ ജീവശവം പോലെ ജീവിച്ചു പോവുക. പക്ഷെ മനുഷ്യനാണല്ലോ, എനിക്ക് വാശിയുണ്ട്, നല്ല പോലെ വാശിയുണ്ട്. ആ കൊച്ചാരായിരുന്നു, അതിനെന്താണെന്നുള്ളത് തെളിയിക്കാൻ. ഇത് ഈ അച്ഛന്മാരെയും ഇവരെയൊക്കെ വിശ്വസിച്ചാല് നമ്മൾ നമ്മുടെ കുടുംബം കൈയും കൊപ്പി നടത്തുന്ന ഒരു കാര്യമില്ല. ദൈവം യേശുക്രിസ്തു പറഞ്ഞെന്നറിയോ? യേശു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണേ എന്ന് പറഞ്ഞിട്ട് യേശു ഗാവുൽത്ത മലയിൽ വരുന്ന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആരെങ്കിലും കേട്ടോ? യേശുവിനെ കൊന്നുകളയല്ലേ ചെയ്തത്. ഇത് കൊന്നതും പുരോഹിതനെ കൊല്ലാൻ വിട്ടു കൊടുത്തത്. എന്നിട്ട് അവരെ തന്നെ കൈയും കൊപ്പി കരഞ്ഞിന്ന് നടക്കണം. മനുഷ്യരെല്ലാവരും അവരെ തന്നെ കൈയും കൊപ്പി കരഞ്ഞിട്ട് നടക്കണം. ഇതാണ് മനുഷ്യരാണ് മണ്ടന്മാര് ഈ ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെയും കൊന്നു കളഞ്ഞത് അവര്. എന്നിട്ട് ഇത് മറന്നിട്ട് ഞാൻ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്ക് നടക്കണം. ആ അച്ഛനന്ന് പ്രാർത്ഥനയ്ക്ക് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ അനാശാലയിൽ നിന്ന് എടുത്തല്ല, ഞാൻ നൊന്ത് പ്രസവിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ മോള് മരണപ്പെട്ട് 3-ാം ദിവസം എൻ്റെ മുന്നിൽ അവള് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു, അമ്മച്ചി എന്നെ അവർ കൊന്നു കളഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മച്ചി, എന്നെ അവർ കൊന്നു കളഞ്ഞു, നമ്മൾ വിശ്വസിച്ചതുപോലെയൊന്നും അല്ല അമ്മച്ചി ഇവര് എന്ന് വ്യക്തമായിട്ട് എൻ്റെ മോളെന്നെ പറഞ്ഞു. എന്നെ ഇങ്ങനെ ആരെ കുത്താൻ പറഞ്ഞ പോലെയാണ് എനിക്കത് കാണുന്നത്. അപ്പം ഞാൻ ചാടി എണീറ്റു. എൻ്റെ കൊച്ചിനെ ആരെ കൊന്നതാണല്ലോ എന്ന് പറഞ്ഞു. വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചതാ, ചേച്ചി എങ്ങനെ കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവളെന്നോട് വന്ന് പറഞ്ഞു ഇന്ന പോലെ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെ കുറെ നേരത്തേക്ക് മിണ്ടാണ്ടിരുന്നു. പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനകത്ത് എന്താ സംഭവിച്ചേക്കണേന്ന്. നീ അധികം ഒന്നും പറയണ്ട, നീ ഞങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ മതി. ഭീഷണി പോലെ അങ്ങനെ വേണേൽ പറയാം. അതുപോലെയാണ് അവരെന്നോട് സംസാരിച്ചത്. എന്റെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറായില്ല. അവര് എന്താണോ ചോദിക്കുന്നത് അതിന് മാത്രം ഉത്തരം. ഞാൻ എപ്പോഴും പറഞ്ഞു, അന്നും വിശ്വസിക്കുന്നു ഇന്നും വിശ്വസിക്കുന്നു. എൻ്റെ കൊച്ചിൻ്റെ സത്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അവൾ ഇങ്ങനെ ചെയ്യിക്കുകയാണ് ഞങ്ങളെ കൊണ്ട്. അപ്പൻ പോയി, അപ്പൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൻ ട്രെയിനിൽ നിന്ന് വീണാണ് മരിച്ചേക്കണത്. പ്ലാറ്റ്ഫോമിൽ ആണ് വീണ് കിടന്നിരുന്നത്. എനിക്ക് എൻ്റെ കൊച്ചു നഷ്ടപ്പെട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാണ്ടിരുന്ന കാലത്തല്ല ഇതൊക്കെ സംഭവിച്ചേക്കണത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എനിക്കിതൊക്കെ സംഭവിച്ചേക്കണത്. എന്നിട്ട് ഇനിയും ഞാൻ അവർ പറയുന്ന കേട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ നടക്കണം. ഇതിൽ വ്യക്തമായിട്ട് അറിയാലോ ഇതിനകത്ത് അവർക്ക് പങ്കുണ്ടെന്നുള്ളതല്ലേ. അത് പുറത്തുനിന്നുള്ള ഒരാളെയാണ് എപ്പോഴേ തെളിയിച്ചേനെ. അമ്മച്ചി ഒരിക്കൽ എന്നോട് ഫോൺ വിളിച്ചപ്പോൾ അമ്മച്ചി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ തെളിവുകളെല്ലാം ജിസാമോളാണ് എൻ്റെ കൺമുന്നിലത്ത് കാണിച്ചു തന്നത്. അവൾ കൂടെ നിന്നിട്ടാണ് അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു തന്നേന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു അമ്മച്ചിക്കൊരു തോന്നലുണ്ടായത്? അത് ജിസാമോൾ അത് എൻ്റെ മോള് മരണപ്പെട്ട് 3-ാം ദിവസം അടക്കം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വെളുപ്പിനെ ഒരു 2 മണി 3 മണിയുടെ ഇടയിലായിരിക്കാം. ഞാനിങ്ങനെ നെഞ്ചത്ത് കിടന്നുറങ്ങുക. ആ സമയത്ത് എൻ്റെ മുന്നിൽ അവൾ ഇങ്ങനെ വന്നു നിന്ന് പറഞ്ഞു, അമ്മച്ചി എന്നെ അവർ കൊന്നു കളഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മച്ചി, എന്നെ അവർ കൊന്നു കളഞ്ഞു, നമ്മൾ വിശ്വസിച്ചതുപോലെയൊന്നും അല്ല അമ്മച്ചി ഇവര് എന്ന് വ്യക്തമായിട്ട് എൻ്റെ മോളെന്നെ പറഞ്ഞു. അപ്പം ഞാനത് വെച്ചിട്ട് എന്നെ ഇങ്ങനെ ആരെ കുത്താൻ പറഞ്ഞ പോലെയാണ് എനിക്കത് കാണുന്നത്. അപ്പം ഞാൻ ചാടി എണീറ്റു. ഫോട്ടോയും താഴെ വീണു എണീറ്റ്. അപ്പം എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ അവളെ ജിസുമോളേന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു ചാടി എണീറ്റത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണി വരെ 5-5:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. രാവിലെ ഒരു 5:30 ആയപ്പോൾ 5 മണിക്ക് ശേഷമായിരിക്കാം ഞാൻ ഞങ്ങളുടെ ഈ പള്ളിയിലെ അച്ഛനെ വിളിച്ചു, തങ്കച്ചൻ ഞാളിയത്ത് അച്ഛനെ വിളിച്ചു. എൻ്റെ കൊച്ചിന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഫോൺ എടുത്തു. ഞാൻ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ആ സമയത്ത് വിളിച്ച് ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ കൊച്ചിന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടണില്ല. അച്ഛൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ ആരെ കൊന്നതാണല്ലോ എന്ന് പറഞ്ഞു. വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചതാ. അപ്പോൾ പറഞ്ഞു ആരെ കൊന്നതാണല്ലോ, ചേച്ചി എങ്ങനെ കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവളെന്നോട് വന്ന് പറഞ്ഞു ഇന്ന പോലെ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെ കുറേ നേരത്തേക്ക് മിണ്ടാണ്ടിരുന്നു. അച്ഛൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. എൻ്റെ കൊച്ചിന് എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് അതിന് ശേഷമാണ് എന്നെ ധ്യാനത്തിന് കൊണ്ടുപോകാനൊക്കെ നോക്കണത്. അത് വ്യക്തമായിട്ട് ഈ തങ്കച്ചൻ അറിയാൻ ഞാൻ രാവിലെ ഫോൺ വിളിച്ചതും സംസാരിച്ചതും. അപ്പോൾ അന്ന് മുതൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അവൾ എന്നോട് സംസാരിക്കും എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അന്ന് മുതൽ ഞാനിങ്ങനെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അവളോട് സംസാരിക്കുക, അവളോട് സംസാരിച്ച് അവൾ പറയും. അപ്പനോട് ഞാൻ പറയാറുണ്ട്, അവളോട് ചോദിക്കുക, അവൾ പറഞ്ഞു തരും അവൾക്ക് എന്താ സംഭവിച്ചത്. ഇത് എനിക്ക് എൻ്റെ കണ്ണിലും എൻ്റെ മനസ്സിലാണ്. അതുപോലെ തന്നെയാണ് ഇതെല്ലാം കണ്ട് ഇതെല്ലാം ഞാൻ കണ്ട കാര്യം. അപ്പം അന്ന് ഈ അച്ഛൻ്റെ കയ്യിൽ മുറിവ് കണ്ടെങ്കിലും അതിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. ഈ അന്നത്തെ ദിവസമാണ് ഇവളെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയേക്കണത്.
അന്ന് ചെയ്തില്ല, പിറ്റേ ദിവസമാണ് ഇത് ചെയ്യണത്, സമയം വൈകിയോണ്ട്. അപ്പം എന്നിട്ട് അതിൻ്റെയും പിറ്റേ ദിവസം 3-ാം ദിവസമാണ് എൻ്റെ അമ്മ അയർലൻഡിലായിരുന്നു. അപ്പം അമ്മ വരാൻ വേണ്ടി വെച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് പള്ളിയിൽ അടക്കണത്. അപ്പോൾ ഈ അച്ഛൻ ഈ പിറ്റേന്നും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നുല്ലോ. അപ്പോൾ ഈ അച്ഛൻ വരുമ്പോൾ പാവർട്ടിയിലെ അച്ഛനാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ തങ്കച്ചൻ അച്ഛനാണ് ഈ കൊണ്ടുവരണത്, കൂടെ വന്നേക്കണത്. അപ്പോൾ ഈ ചേച്ചി പാവർട്ടിയിലെ ഇവിടുത്തെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോൾ വേറൊന്നും അപ്പം ചിന്തിക്കണില്ല. അതുകൊണ്ട് എനിക്ക് അതൊന്നും അവിടെ പറയാം. എവിടെയായിരുന്നു മുറിവ്? അത് കയ്യിലിങ്ങനെ, ഈ കയ്യിലിങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണു, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടു. അപ്പം ഞാനങ്ങനെ കണ്ടുല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. പിന്നെ വന്നപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കണില്ല, ഇവരാണെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അടക്കിൻ്റെ സമയത്ത് ഇത് പലരും കണ്ടു, പലരും ഉറക്കെ ചോദിച്ചു അച്ഛൻ്റെ കൈ മുറിഞ്ഞുണ്ടല്ലോ എന്ന് ചോദിച്ചവരുണ്ട്. ഇതൊക്കെ പിന്നീട് അറിയുമ്പോഴാണ് കേട്ടോ അറിയണത്, അന്ന് നമുക്കിതൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോസ് ചെക്ക് ചെയ്തു. ഞങ്ങൾ അന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ക്യാമറ വന്നിട്ട് സ്റ്റുഡിയോയിൽ പറഞ്ഞിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും അത് ഇതൊക്കെ കാണാം. അപ്പോൾ ചോദിച്ചവർ കാണുമ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്, പിന്നീട് കാണുമ്പോൾ ഒട്ടിച്ചിട്ടില്ല. പക്ഷേ കയ്യിൽ നീരും അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ. ഇതെല്ലാം ഇത് പിന്നീട് ഈ കാര്യങ്ങളും കൂടെ എൻ്റെ മോള് തന്നെയാണ് എന്നെ ഞാനത് ചകയാൻ നിന്ന് പിന്നെയാണ് അന്വേഷിച്ചപ്പോൾ പലരും അത് കണ്ടവരുണ്ട്, ഈ മുറിവും കാര്യങ്ങളും കണ്ടവർ പറയുന്നു. ഇതൊക്കെ എൻ്റെ മകളാണ് എന്നോട് ഓർമ്മിപ്പിച്ച് തരണത്. ഞാനിങ്ങനെ ഇവളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പം അതേപോലെ അന്ന് അവിടുത്തെ ടാങ്കിന് വേസ്റ്റ് ടാങ്ക് തീ പിടിച്ച് ഫയർ എഞ്ചിൻ വന്നിട്ടൊക്കെയാണ് തീ കെടുത്തിയെന്നൊക്കെ ആ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. അവരുടെ ഹോസ്പിറ്റലിലെ OP ബുക്ക്, IP ബുക്ക്, OP ബുക്കോ ഇത് കാണാനില്ല. ആ സമയം വരെ അവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതൊക്കെ കാണാനില്ല. ഇതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ അവിടുത്തെ ഉള്ള ജോലിക്കാരോടൊക്കെ പിന്നെ ചോദിക്കുമ്പോൾ പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല, അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനകത്ത് എന്താ സംഭവിച്ചേക്കണേന്ന്. അമ്മ പറഞ്ഞില്ല, ആ SIക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ SI വിജയകുമാറിന് അന്നത്തെ SP തൃശ്ശൂർ SP മെമ്മോ കൊടുത്തിട്ടുണ്ട്. SI കുറെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞില്ലേ അന്ന് പരീക്ഷ എഴുതി കോപ്പി അടിച്ചിട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ബാക്കിയുള്ള 17 കുട്ടികൾ വന്ന് പരീക്ഷ എഴുതിയല്ലോ, 2 പേര് എഴുതാതെ ജിസമോളും കൂടെ എഴുതി, അപ്പൊ 18 പേര്. അപ്പൊ കൂടെയുള്ള കുട്ടികൾ എന്നാ പറഞ്ഞു ഇന്ന പോലെ കോപ്പി അടിച്ചത് കണ്ടെന്നോ? നമുക്ക് കുട്ടികളെ വിളിച്ച് കണ്ട് സംസാരിക്കാൻ പറ്റില്ല. അത് അവര് റിപ്പോർട്ടിൽ എഴുതിയതിനകത്ത് പോലീസുകാർ എഴുതിയ മൊഴിയിൽ അവര് കണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആവർത്തനങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ ഞാനും മോനും കൂടെ ഈ തുടക്കത്തിൽ തന്നെ അവളുടെ റൂംമേറ്റായ ഒരു കൊച്ച്, പ്രിൻസിമോൾ എന്ന് പറയും ഒരു കൊച്ച്, അവളുടെ നേഴ്സിംഗ് കൊച്ച്, ആ കൊച്ചിൻ്റെ വീട് ഇവിടെ വളരെ അടുത്തുണ്ട്. ആ കൊച്ചിനെ പള്ളിയിൽ നിന്ന് ഒളരി പള്ളിയിൽ ഞങ്ങൾ അന്ന് പോയതാ, ഈ അടക്കേണ്ട അധികം ദിവസമായിട്ടില്ല. അപ്പോൾ ആ കൊച്ച് പള്ളിയിൽ വന്നിട്ട് കയ്യിലൊരു ബൊക്കയുണ്ട്, അതും പിടിച്ചിട്ട് വിളിഞ്ഞു. ഞാനും ഇവനും കൂടെ ഒപ്പം നടന്ന് സെമിത്തേരി വരെ ചെന്നു. ഈ കൊച്ചിനോട് ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക, കൊച്ചൊരക്ഷരം മിണ്ടണില്ല, ഇവനും കേട്ടോണ്ട് വരിക. പക്ഷെ ചെന്ന് കൊണ്ടുപോയി ബൊക്ക വെച്ചത് എൻ്റെ കൊച്ചിൻ്റെ കല്ലറയിൽ അവൾ ബൊക്ക വെച്ചിട്ട് ഇറങ്ങി. ഇവൻ ഈ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്നോട് ചോദിക്കാം, അമ്മച്ചി ഇത്രയും നേരം ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നുണ്ട്, അപ്പോൾ ഇനി എന്തിനാ അമ്മച്ചി ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചൊരക്ഷരം മറുപടി പറയണില്ല. അതിൻ്റെ വീട്ടിൽ പല പ്രാവശ്യം ഞാൻ പോയി, അവരാരും ഈ കുട്ടികളൊന്നും സംസാരിക്കാൻ തയ്യാറല്ല. ഈ ബൊക്ക കൊണ്ടുപോയി വെച്ചിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞിറങ്ങിപ്പോണ്ട്. അത് ഞങ്ങൾ രണ്ടാളും കണ്ടുകൊണ്ട് കയറി ചെല്ലണത്. ഞാനീ ചോദിച്ചുകൊണ്ട് നടക്കണ കാരണം അവള് വേഗം കയറിപ്പോയി, മുമ്പോട്ട് പോയി. കുട്ടികളിലാണെങ്കിലും ഈ മേലുദ്യോഗസ്ഥർ അവരെ വന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ആൾക്കാരാണ്, നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്, പഠിച്ച് ജോലി കിട്ടേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നോക്കിയും കണ്ട് നിന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ അവരോട് വന്നിട്ടുണ്ടെന്ന്. പാസ്പോർട്ട് ഞങ്ങൾ വഴിയാണ് നിങ്ങളുടെ പാസ്പോർട്ടുകൾ റെഡിയായി വരേണ്ടത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി നിങ്ങൾ പുറത്തേക്കൊക്കെ പോകാൻ നോക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നോക്കി കണ്ട് നിന്നാൽ മതി എന്ന് വരെ ഇവരോട് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അറിവുണ്ടായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവരോട് പറഞ്ഞതായിട്ട് പേഴ്സണലായിട്ട് കുട്ടികളോട് ഇവര് സംസാരിക്കണം, അവരെ വിളിച്ച് സംസാരിക്കണത്. ഇത് പിന്നെ ഈ പ്രിൻസിപ്പാള് ഞങ്ങളെ ട്യൂട്ടറേയും ഇവരെയൊക്കെ ഒന്ന് സംസാരിക്കാൻ വിളിച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ സമ്മതിച്ചിട്ടില്ല. ഈ സംഭവം കഴിഞ്ഞ് ഞങ്ങളൊരു 5-6 പേര് അവിടെ നഴ്സിംഗ് സ്കൂളിൽ ചെന്നിട്ട് പ്രിൻസിപ്പാളിനോട് വിളിച്ചിട്ട് ഞങ്ങൾ കാണാൻ വരുന്നുണ്ട്, ഈ കുട്ടികളെ ട്യൂട്ടറെ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്
ഞങ്ങളെ ഒന്ന് കാണാൻ വിളിച്ചു. അപ്പോഴേക്കും കുറേ കുട്ടികൾ അവിടെ നിന്ന് പോയി. കഴിഞ്ഞു. അപ്പോൾ ട്യൂട്ടറും പിന്നെ അപ്പോൾ അച്ഛനും ഒക്കെ വന്ന് ഇരുന്ന് അപ്പോഴേക്കും അവർ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണ്ടേന്നുള്ളത്. പറയേണ്ടത്. അമ്മ ഇപ്പം കേസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പം കേസ് ഞങ്ങൾ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച്, അത് കഴിഞ്ഞ് SIG 2, പിന്നെ HHW2 പാലക്കാട്, അത് കഴിഞ്ഞ് CBI അന്വേഷണം കഴിഞ്ഞു. CBI അന്വേഷണം കഴിഞ്ഞപ്പോൾ CBI അന്വേഷണത്തിൽ ഇവരെല്ലാവരും ആത്മഹത്യ എന്നാണ് കൊടുക്കുന്നത്. അവസാനത്തെ സെമൻ്റെ ആളെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്നാണ് ഇവർ ഇതിനകത്ത് പറയണത്. CBIയുടെ റിപ്പോർട്ട് വന്നോ? CBIയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ. CBIയുടെ റിപ്പോർട്ടിലും പറഞ്ഞേക്കുന്നത് 2014 CBI അന്വേഷണം കിട്ടി, 2016 CBI അന്വേഷണം തീർത്ത് കൊടുത്തു, ക്ലോഷർ റിപ്പോർട്ട് അവർ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ അവരുടെ അന്വേഷണം ശരിയല്ല എന്നുള്ളത് അവിടുത്തെ കോടതിയിൽ CJM കോടതിയിൽ നമ്മൾ പരാതി കൊടുത്ത് നിന്നു. 1 വർഷക്കാലം കേസ് അങ്ങനെ നടന്നു. 17 അവർ ഇത് അവസാനിപ്പിച്ചു, അത് ഡിസ്മിസ് ചെയ്തു. നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഇതായില്ല. അപ്പം വീണ്ടും ഒരു അന്വേഷണം കിട്ടണമെന്നാണ് നമ്മളവിടെ ആവശ്യപ്പെട്ടത്, അത് കിട്ടിയില്ല. ഈ CBI എന്നെ കൂടെ എന്നോട് ചോദിച്ചിട്ടുള്ളത് CBI ആണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഉണ്ടായില്ല. എന്നിട്ട് എന്നെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു. ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിട്ട് ഞാൻ പോവുക ചെയ്തത്. അപ്പം എൻ്റെ അടുത്ത് അവരുടെ മുറിയിൽ എന്നെ വിളിപ്പിച്ചു. ഞാനൊക്കെ കയറിപ്പോയി. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ പോലും ഞാൻ ശ്രമിച്ചപ്പോൾ അവർ ഇങ്ങനെ തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അധികം ഒന്നും പറയണ്ട. ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അധികം ഒന്നും പറയണ്ട, നീ ഞങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ മതി. ഇങ്ങനെ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു ഭീഷണി പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം, അതുപോലെയാണ് അവരെന്നോട് സംസാരിച്ചത്. പക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറായില്ല. അവർ എന്താണോ ചോദിക്കുന്നത് അതിന് മാത്രം ഉത്തരം, ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യന് മാത്രം ഉത്തരം. അമ്മ അതേപോലെ തന്നെ എൻ്റെ ഇളയ മോളെ അവൾ അശ്വിനിയിൽ പഠിക്കുമ്പോൾ അവളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ എന്നിട്ട് പോലീസുകാർ, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവളെ മുറിയിലേക്ക് അവർക്കറിയുന്ന രോഗികൾ അങ്ങനെ വിളിച്ച് അവർ സംസാരിക്കാൻ പാടില്ലല്ലോ. ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയി സംസാരിക്കാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് മോള് പറഞ്ഞു. അപ്പം ഞാൻ മോളുടെ പ്രിൻസിപ്പാളിനെ വിളിച്ച് പറഞ്ഞു, ഇവരിങ്ങനെ ഹോസ്പിറ്റലിൽ എന്നിട്ട് എൻ്റെ മോളെ വിളിച്ച് ഒരു കാര്യങ്ങളും ചോദിച്ചാൽ അറിയാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് അവർ ചോദിക്കുക, എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ട് ചോദിക്കുക. അല്ലാണ്ട് ഇവർ ഒറ്റയ്ക്ക് പോയിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വരെ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ നടന്നിട്ടുണ്ട്. കേസ് റീഓപ്പൺ ചെയ്യാനുള്ള പ്ലാനിലാണോ? നമ്മളിപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് വീണ്ടും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ റിവിഷൻ പെറ്റീഷൻ വീണ്ടും ഹൈക്കോടതി തന്നെ കൊടുത്തു. അതും എന്നിട്ട് നമുക്ക് എത്ര വർഷങ്ങളാണ് നീട്ടു. 2017 അവിടെ കൊടുത്തു, 2018 ഇത് ഫയലിലെടുത്തു, സ്വീകരിച്ച്. അത് കഴിഞ്ഞിട്ട് 2022 ഡിസ്മിസ് ചെയ്തു. ഈ ഇത്രയും വർഷങ്ങൾ ഇത് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി നീട്ടി കൊണ്ടുപോകണമായിരുന്നോ? അതിൻ്റെ ഇടയിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ഒരു CBI അന്വേഷണം കൂടെ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഈ തെളിവുകൾ തന്നെയല്ലേ, ഈ CBIയുടെ എന്താ പറഞ്ഞേക്കണ തെളിവുകളാണ് നമ്മുടെ വക്കീലവിടെ പറയണത്. അപ്പോൾ അതിനകത്ത് കാര്യങ്ങളുണ്ടെന്നുള്ളതും ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് അന്വേഷിക്കാൻ ഒരു CBI അന്വേഷണം നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? പിന്നെ എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് അത് ഡിസ്മിസ് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ സുപ്രീം കോടതി പോയി കൊടുത്തു. അത് ഒരു സിസ്റ്റർ വഴി വേറെ ഒരു വക്കീല് വഴിയാണ് ചെയ്തേക്കണത്, സജീവ് വക്കീൽ എന്ന് പറയും. ആ വക്കീൽ വഴി സുപ്രീം കോടതി കൊടുത്തു. അപ്പോൾ ആ വക്കീൽ പറഞ്ഞ സജീവ് വക്കീൽ, നിങ്ങളിവിടെ വന്ന് പോയ ഉടനെ ഞങ്ങൾക്ക് വിളി വന്നു, അത് നെറ്റ് വഴിയാണ് വന്നേക്കണം, നെറ്റ് വഴി, അത് എനിക്ക് റെക്കോർഡാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മളെവിടെ പോയാലും പുറകെ നടന്നു. അതുപോലെ ഹൈക്കോടതി ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ 2-3 പേര്, നമ്മുടെ കേസിൻ്റെ നമ്പർ ആകുമ്പോൾ 2-3 പേര് കയറി വരും. അവർ ആ നമ്പർ കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോകാറുണ്ട്. ഇത് ഇത്രയേ ഉത്സാഹത്തിൽ ഇതിനകത്ത് പുറകെ നടക്കണം എന്തിനാ? നമ്മൾ സുപ്രീം കോടതി പോയപ്പോൾ ആ വക്കീൽ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിയെന്നു വക്കീലിന്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചു, തൃശ്ശൂരത്തെ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ കേസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇത്രയും പുറം കിടന്ന് അന്വേഷിച്ച് ഇത്രയും ആകാംക്ഷയോട് നടക്കുന്ന ആരാ? അപ്പോൾ ഈ കേസ് ഒതുക്കണമെന്ന് വിചാരിച്ച് നടക്കണവരാണ് ഈ പുറം കിടക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ചെയ്യാൻ വേറെ നമ്മുടെ ഈ തെളിവുകളനുസരിച്ച് അന്വേഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു വക്കീലിനെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ വക്കീൽ ചെയ്യാമെന്ന് പറഞ്ഞു, ജോയ് തോമസ് വക്കീൽ. ആ വക്കീലും പറഞ്ഞിട്ട് എൻ്റെ കൊച്ചിൻ്റെ ബോഡി വരെ അവിടെ നിന്ന് എടുത്ത് അതിനുള്ള സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്താൽ ആ പേപ്പർ അവിടെ RD ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ ആ ബോഡി അവിടെ സംരക്ഷിക്കുമായിരുന്നു. നമ്മൾ ഈ കേസ് നടക്കുമ്പോഴൊക്കെ ഉള്ളപ്പോഴൊക്കെ നമ്മൾ ആ ബോഡി മറവ് ചെയ്ത സ്ഥലം കളയരുതെന്നുള്ളതിന് നമ്മളവിടെ കൊടുത്തിട്ട്
അവർ കളയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ ബോഡി വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ ഈ കേസ് നടക്കണ കാരണം കൊണ്ട് ഇനി അതൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. നമുക്ക് എപ്പോഴാണെങ്കിലും റീപോസ്റ്റ്മോർട്ടം എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് എന്ത് ടെസ്റ്റ് നടത്തേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ അവസാനം വന്ന വക്കീൽ അത്രയും ഉപകാരം നമുക്ക് ചെയ്തു വെച്ചു. ആ വക്കീൽ ഇത് ഫയൽ ചെയ്യുന്നതിന് പകരം പുറം രാജ്യത്തേക്ക് പോയി. എന്നിട്ട് ഈ ബോഡി എടുത്ത് നമുക്ക് നോട്ടീസ് അയച്ച് മൂന്നാം ദിവസം പള്ളിക്കാർ അത് ബോഡി മറവ് ചെയ്ത സ്ഥലം എടുത്തു മാറ്റി. അപ്പോൾ അതും കളഞ്ഞു. അപ്പം നമ്മൾക്ക് വരുന്ന ഇത് വക്കീൽമാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യം. ഇതിനൊന്നും ഒരു മനസാക്ഷിയില്ല, ആർക്കും ആത്മാർത്ഥയില്ല, മനസാക്ഷിയില്ല. ഇതാണ് നമ്മുടെ കാര്യത്തിൽ ഉണ്ടായേക്കണ സംഭവങ്ങൾ മുഴുവനും. കുറ്റാരോപിതർ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എങ്ങനെയാണ്? കൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം അവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ ഈ സെമൻ ടെസ്റ്റ് ചെയ്യാമായിരുന്നു, എന്തെല്ലാം തെളിവുകൾ നടത്തുന്ന കാര്യങ്ങൾ നടത്തിയിട്ടില്ല. നമ്മൾ സംശയം പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ രീതിയിൽ കേസിൽ നമുക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കണം. ഞാൻ കേട്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്, സിനിമകളിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചല്ല അവർ അതിനെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ അതിലൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് സംശയം എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളവരെ പോലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അവരുടെ സെമൻ പരിശോധിക്കുക, അവരുടെ ബ്ലഡ് പരിശോധിക്കുക, അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പോട്ടെ, ഇനി പോലീസുകാർക്ക് സംശയമുള്ളവരുടെ ആയാലും അങ്ങനത്തെ ഒരു റിപ്പോർട്ടും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല അവർ. ഈ അഭയ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാലോ. അതാണല്ലോ കുറച്ച് ഇത്രയും തെളിവ് ഇങ്ങനെ വന്ന് പിടിച്ചില്ല അവരെ. അപ്പോൾ സത്യം അത്ര എന്തായാലും അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ട്. അതിനകത്തെ തെളിവുകൾ അവർ കണ്ടുപിടിച്ച് മൂന്നാമത്തെ CBI അന്വേഷണത്തിലാണല്ലോ അത് തെളിയിക്കപ്പെട്ടത്. അത് തെളിയിക്കപ്പെട്ടത് തന്നെ. അവർക്ക് ശിക്ഷ ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ ഇതിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ട്. ഇതൊരു നിമിഷം മതി ഇവർ വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരിതെല്ലാം മറച്ച് ഇതെങ്ങനെ മറയ്ക്കണം എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അഭയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങാതെ എല്ലാ മറവുകളും അവർ ചെയ്തു വെച്ചു. ഇതിലെല്ലാ തെളിവുകളും ഉണ്ട്. ഈ തെളിവുകൾ നിമിഷം നേരം കൊണ്ട് തെളിയിക്കാവുന്നതേ ഉള്ളൂ. അതൊരു ഒന്നാമത്തെ കാര്യം. ബി പോസിറ്റീവ് ബ്ലഡ്, ഈ സെമൻ ഉണ്ടെന്നുള്ളൂ. ഇത് രണ്ടും വെച്ചിട്ട് മതിയല്ലോ. പിന്നെ CBIയുടെ റിപ്പോർട്ടിൽ പറഞ്ഞേക്കണ ആ തെളിവുകൾ, ഈ ഷാളിൻ്റെ കാര്യങ്ങൾ, സംശയങ്ങൾ, ഈ ആസ്പത്രി അതോറിറ്റി തന്നെ ഈ നെഗറ്റീവ് മേടിച്ചുകൊണ്ട് പോകണം എന്തിനാ? അതുപോലെ അന്നത്തെ ലോക്കൽ പോലീസ് അന്വേഷണത്തിൻ്റെ സമയത്ത് തന്നെ ഈ നെഗറ്റീവ് അടക്കം മേടിച്ചുകൊണ്ട് പോകണം എന്താ? നമ്മളെ വീണ്ടും നമുക്കൊരു കോപ്പി തരുന്നാലെന്താ? അതിൻ്റെ നമ്മളെ കാണിക്കാൻ, നമ്മളെ ഇതിൻ്റെ കാര്യങ്ങൾ, നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ അത് കാണിച്ച് തെളിയിച്ച് തന്നാലെന്താ? അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, അന്നും വിശ്വസിക്കുന്നു ഇന്നും വിശ്വസിക്കുന്നു. എൻ്റെ കൊച്ചിൻ്റെ സത്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അവളിങ്ങനെ ചെയ്യിക്കുകയാണ് ഞങ്ങളെ കൊണ്ട്. അപ്പോൾ ഇത്ര അപ്പൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൻ ട്രെയിനിൽ നിന്ന് വീണാണ് മരിച്ചേക്കണേ. പ്ലാറ്റ്ഫോമിൽ ആണ് വീണ് കിടന്നിരുന്നത്. ഡോറ് അടിച്ച് തെറിച്ച് വീണതാണെന്നാണ് പറഞ്ഞത്. ഡോറാണോ ഇനി വെള്ളത്തള്ളലും വന്നാണോ എന്നറിയില്ല. അതിലും നല്ല സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ ഈ ഫോൺ വന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഫോൺ വരാറുള്ളത്. ഞാൻ ഇതിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ ഇതിങ്ങനെ വരുമ്പം ഈ എൻ്റെ മോളുടെ സംഭവത്തിൻ്റെ വചനോത്സവത്തിലെ എഡിറ്ററാണെന്നും പറഞ്ഞുകൊണ്ട് PJ ആൻ്റണി എന്ന് പറഞ്ഞ ആളിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കണത്. അന്ന് ഞാൻ ആരാന്നറിയുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ ആരായാലും എനിക്ക് കുഴപ്പമില്ല, ചേട്ടൻ അത്ര മക്കളുണ്ട്, അതിൽ ഒരെണ്ണത്തിനെ കൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ വീടിൻ്റെ മുന്നേ വന്നിട്ട് നമുക്കിനി സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ 3 പ്രാവശ്യം വിളിച്ചു എന്നെ കേസിൻ്റെ കാര്യത്തിൽ സഹായിക്കാൻ. ഞാൻ പനക്കലച്ഛൻ്റെ അടുത്ത് നിന്നാണ് വിളിക്കണേന്ന് പറഞ്ഞിട്ട്, കോട്ടയിലെ പനക്കലച്ഛൻ്റെ അടുത്ത് നിന്നാണ് വിളിക്കണേന്ന് പറഞ്ഞു. ഈ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ സഹായിക്കാം, ജോലി ശരിയാക്കി തരാം. ഇതൊക്കെ പറയാൻ എന്തിനാ നമ്മൾ? ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, തൊഴിലുണ്ടായിരുന്നു, എനിക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാൻ, എപ്പോൾ വേണമെങ്കിലും നിർത്താം. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കേണ്ടതെന്ന്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞു കേട്ടിട്ട്, അയാൾ പറഞ്ഞ പോലെ കേൾക്കാൻ. ഇത് എനിക്ക് എൻ്റെ കൊച്ചു നഷ്ടപ്പെട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാണ്ടിരുന്ന കാലത്തല്ല ഇതൊക്കെ സംഭവിച്ചേക്കണത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എനിക്കിതൊക്കെ സംഭവിച്ചേക്കണത്. എന്നിട്ട് ഇനിയും ഞാൻ അവർ പറയുന്ന കേട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ നടക്കണം? ഇതിൽ വ്യക്തമായിട്ട് അറിയാലോ ഇതിനകത്ത് അവർക്ക് പങ്കുണ്ടെന്നുള്ളതല്ലേ. അത് പുറത്തുനിന്നുള്ള ഒരാളെയാണ് എപ്പോഴേ തെളിയിച്ചേനെ ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇത് തെളിയിക്കാനായിട്ട്, തെളിവുകൾ. അതിനനുസരിച്ച് തെളിയിക്കാൻ പറ്റാണ്ടല്ലോ. ഇപ്പോഴും അതന്നെ. ഞാൻ ഈ I2I വന്ന ഇത് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ഈ വാർഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് ആദ്യം ഇട്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്താ ഡിലീറ്റ് ചെയ്തപ്പോൾ വാർഡിൽ. അപ്പോൾ ഈ പിന്നെ വാർഡ് മെമ്പർ കൗൺസിലർ പറഞ്ഞത്
ഈ പള്ളിയിലെ അച്ഛന്മാരുടെയും കാര്യങ്ങൾ. ഞാനും വാർഡിലെ ഒരു അംഗം തന്നെയാണ്. എൻ്റെ കുടുംബം വാർഡിലെ അംഗം തന്നെയാണ്. എൻ്റെ കുടുംബം വാർഡിലെ കുടുംബം തന്നെയാണ്. ഞാൻ ഇതിൽ പെട്ടതളഞ്ഞാ. എൻ്റെ കൊച്ചിന് എന്താണെന്ന് അറിഞ്ഞത് ഈ നാട്ടുകാർക്ക് അറിയണ്ടെന്ന് ചോദിച്ചു. നിയമം തെളിയിക്കണില്ലെങ്കിൽ എനിക്ക് ലോകത്തോട് പറയാനാണ് ഞാനിത് ചാനലിൽ പറയണത്. ഇതിനകത്ത് വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നടത്തിയിട്ടില്ല. എല്ലാവരും ആരെങ്കിലും എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പോകുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് പോകാണ്ടിരിക്കണമെന്നറിയോ? ഇതുപോലെ ജീവിക്കേണ്ട മക്കളായിരുന്നു ഇല്ലേ? ഇവർ ജീവിക്കണ പോലെ തന്നെ ആ കൊച്ചിന് ജീവിക്കണം. ഒരു അസുഖം ഒന്നും മരിച്ചതല്ലോ. വെറുതെ ഒരു വണ്ടി ഇടിച്ചതല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതല്ല. ഈ പുണ്യകേന്ദ്രത്തിൽ പഠിക്കാൻ വിട്ടൊരു കൊച്ചിനെ കൊന്നു കളഞ്ഞിട്ട് ഞാൻ മറന്ന് ജീവിക്കാൻ പറ്റും? ഞങ്ങൾക്കൊരു ഭക്ഷണം ഇറങ്ങണില്ല, ഒരു സന്തോഷിക്കാൻ പറ്റണില്ല. എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ സന്തോഷം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചില്ലേ ഇതിലെല്ലാം ഏറ്റവും ജീവിക്കാൻ കൊതി ആഗ്രഹം ഉണ്ടായിരുന്നത് ആ മകൾക്കാ. അവളാണ് ഏറ്റവും ആദ്യം ജോലി നേടേണ്ടത്. അവളാ പുറത്തേക്ക് പോകാനായിട്ട്, പൊണ്ടാജിക്ക് പോകാനായിട്ട് ആദ്യം അവളുടെ പേപ്പറുകൾ, പാസ്പോർട്ടുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് ഈ പേപ്പറുകളൊക്കെ എടുത്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തുടക്കം. അവൾക്ക് 1 വർഷം കൂടെ ഉള്ളൂ ബോണ്ട് ഇയർ. ആ ബോണ്ട് ഇയറിൽ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ബോണ്ടിൻ്റെ പൈസ കെട്ടിയിട്ട് വീട്ടിൽ വന്ന് നിർത്തി കുറച്ച് നാൾ കൂടെ നിന്നിട്ട് കൊതി തീരാനാ. ഈ 7, 8, 9 ക്ലാസ് 2 വർഷം എൻ്റെ വീട്ടിൽ നിന്നിട്ട് അവൾ പഠിച്ചേക്കണേ. പിന്നെ ഈ കൊച്ചുങ്ങൾ കൂടെ നിന്ന് പഠിച്ചിട്ടില്ല. അതുങ്ങളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇതുങ്ങളെ ഇവർ പള്ളി പുണ്യകേന്ദ്രത്തിൽ പഠിക്കാൻ വിട്ടിട്ട് കൊന്നു കളഞ്ഞിട്ട് മറന്ന് ജീവിക്കണോ ഇനി? ഞാൻ ജീവശവം പോലെ ജീവിച്ചു പോവുക. പക്ഷെ മനുഷ്യനാണല്ലോ. എനിക്ക് വാശിയുണ്ട്, നല്ല പോലെ വാശിയുണ്ട്. ആ കൊച്ചാരായിരുന്നു, അതിനെന്താണെന്നുള്ളത് തെളിയിക്കാൻ. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള മീഡിയക്കാർ, ചാനലുകാർ, ഇത് ജനങ്ങളെ അറിയിക്കണം. ഇത് ഈ അച്ഛന്മാരെ ഇവരെയൊക്കെ വിശ്വസിച്ചാൽ നമ്മുടെ കുടുംബക്കാർ കൈയും കുപ്പി നടത്തുന്ന ഒരു കാര്യമില്ല. ദൈവം യേശു ക്രിസ്തു പറഞ്ഞതെന്നറിയോ? യേശു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണേ എന്ന് പറഞ്ഞിട്ട് യേശു ഗാഗുൽത്താ മലയിൽ വരുന്ന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആരെങ്കിലും കേട്ടോ? യേശുവിനെ കൊന്നുകളയല്ലേ ചെയ്തത്. ഇത് കൊന്നതും പുരോഹിതനെ കൊല്ലാൻ വിട്ടു കൊടുത്തത്. എന്നിട്ട് അവരെ തന്നെ കൈയും കൂപ്പി കരഞ്ഞിന്ന് നടക്കണം. മനുഷ്യരെല്ലാവരും അവരെ തന്നെ കൈയും കൂപ്പി കരഞ്ഞിട്ട് നടക്കണം. ഇതാണ് മനുഷ്യരാണ് മണ്ടന്മാർ. ഈ ചെയ്തതും അതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെയും കൊന്നു കളഞ്ഞത് അവർ. എന്നിട്ട് ഇത് മറന്നിട്ട് ഞാൻ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും നടക്കണം. ആ അച്ഛനന്ന് പ്രാർത്ഥനയ്ക്ക് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ അനാശാലയിൽ നിന്ന് എടുത്തല്ല, ഞാൻ നൊന്ത് പ്രസവിച്ചതാന്ന് പറഞ്ഞു. അപ്പനെയും വിളിച്ചിട്ട് കുറേ ഭീഷണിയും കാര്യങ്ങളും അപ്പനോടും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഇടവകയിലും പള്ളിയിലും ഒക്കെ ആയതുകൊണ്ട് കുറേ കരിപ്പം ഈ ഇതിൽ പറഞ്ഞപ്പോൾ ഈ വാർഡ് മെമ്പർ പറഞ്ഞെന്നറിയോ? ഈ പള്ളിയിലെയും അച്ഛനെയൊക്കെ അല്ലേ പറഞ്ഞേക്കണേ, അതുകൊണ്ട് അവർക്ക് ഇടാൻ മടി. എന്തിനാ അവർ മടിക്കണത്? ഇവർക്കും ഇല്ലേ മക്കള്? ഇവിടെ ഓരോ കുടുംബങ്ങൾക്ക് അവരവരുടെ പെൺമക്കളുള്ള എല്ലാവരും മനസ്സ് ചിന്തിക്കണം. ഇത് നാളെ ഇത് എനിക്കും സംഭവിക്കും എന്നുള്ള ചിന്ത വേണം. അതുണ്ടെങ്കിലേ ഈ ലോകം നന്നാവുകയുള്ളൂ. ഇത് ആരാൻ്റെ മക്കൾക്കല്ലേ സംഭവിച്ചത്? അപ്പം അതിനവർക്ക് വലിയ വിഷമമൊന്നുമില്ലല്ലോ. കുറച്ച് നാൾ എന്നിട്ട് ഓട്ടും പിരിവും കാര്യങ്ങളും വരുമ്പോൾ എല്ലാ വീടും ഉണ്ട്. അതെല്ലാ വീടും അപ്പോൾ പെടും. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ വോട്ട് ബാങ്ക് നോക്കിയിട്ട് എവിടെയാണോ എണ്ണം കൂടുതൽ അവർ മതി. ഞാനിത് ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അമ്മയുടെ കാര്യങ്ങൾ മനസ്സിലാവും. അമ്മ പറഞ്ഞ പോലെ ഇതൊരു തെളിവല്ല. ജിസാമോള് തന്നെയാണ് അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സത്യം ഒരു ദിവസം തെളിയും. ഇത്രയും നിങ്ങൾ പൊരുതിയില്ലേ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഇപ്പം ഈ സമൂഹം എന്താണെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കും. ജിസാമോളുടെ മരണം എന്താണെങ്കിലും തെളിയിക്കും. അത് തെളിയിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് തെളിയിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ. അതുവരെ ഞാൻ ഇവരോടൊപ്പം ഉണ്ടാവും, ഇവരെന്നോടൊപ്പം ഉണ്ടാവും. എനിക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരാൾക്കും ഈ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. ശരിയമ്മേ.